നമസ്കാരം, ഞാൻ ഡോക്ടർ കീർത്തി സുരേഷ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി പേര് നമ്മളോട് പ്രഗ്നൻസി സമയത്ത് സംശയം ചോദിക്കുന്ന കാര്യമാണ്, രക്തക്കുറവ് ഉണ്ട്, അപ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാവോ, അപ്പൊ എങ്ങനെയായിരിക്കും എൻ്റെ ട്രീറ്റ്മെന്റ്, ഡെലിവറി അടുക്കുമ്പോഴത്തേക്കും എൻ്റെ ട്രീറ്റ്മെന്റ് കാരണം രക്തക്കുറവൊക്കെ ശരിയാവോ, എന്തൊക്കെ തരം ട്രീറ്റ്മെന്റ് ആയിരിക്കും എനിക്ക് എടുക്കേണ്ടി വരിക, അങ്ങനെ രക്തക്കുറവിനെ പറ്റി അഥവാ വിളർച്ച, നമ്മൾ അനീമിയ എന്ന് പറയും, അതിനെപ്പറ്റി ഒത്തിരി സംശയങ്ങൾ ഗർഭിണികൾ ചോദിക്കാറുള്ളതാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഗർഭകാലത്തുള്ള രക്തക്കുറവിനെ പറ്റിയാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഗർഭകാലത്ത് പൊതുവെ എല്ലാ കാര്യത്തിനും ഡിമാൻഡ് കൂടുന്ന പോലെ തന്നെ ബ്ലഡിനും അതുപോലെ ഹിമോഗ്ലോബിന്റെ ലെവലിനും എല്ലാം ഡിമാൻഡ് കൂടും. കാരണം പ്രഗ്നൻസിയിൽ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിൽ ബ്ലഡിന്റെ അളവ് ഒത്തിരി കൂടേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞു പോകും. കാരണം വെള്ളത്തിന്റെ അളവ് കൂടുമ്പോൾ രക്താണുക്കളുടെ അളവ് കുറവ് വരും. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്കും നേരത്തെ തന്നെ രക്തക്കുറവ് ഉള്ളവരാണെങ്കിൽ കുറച്ചുകൂടി രക്തക്കുറവ് കൂടാനായിട്ട് ഒരു കാരണമാവും പ്രഗ്നൻസിയിൽ. അതുകൊണ്ടാണ് നമ്മൾ പ്രഗ്നൻസിയിൽ ഒരു 3 മാസം കഴിഞ്ഞ് മുതൽ തന്നെ അയൺ ടാബ്ലറ്റ്സ് കൊടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നമ്മുടെ ആഹാരത്തിലുള്ള അയൺ മാത്രം പോരാ, ആ സമയത്ത് ബേബിക്കും കൂടി വേണ്ടിയിട്ട് നമ്മൾ അയൺ ടാബ്ലറ്റ്സ് കറക്റ്റായിട്ട് കഴിക്കേണ്ടത് അത്യാവശ്യമായി മാറും. അപ്പോ എന്തുകൊണ്ടായിരിക്കും ഇതുപോലത്തെ രക്തക്കുറവ് വരുന്നത്? യൂഷ്വലി അനീമിയ എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടുണ്ടെങ്കിലും ഏറ്റവും കോമൺ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺ ഡെഫിഷ്യൻസി അനീമിയ, അതായത് നമ്മുടെ ആഹാരത്തിൽ കൂടി വരുന്നത് പ്രശ്നമായിട്ടുള്ള അനീമിയാണ്. ആഹാരത്തിൽ വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ടുവരാം. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ്, ഇലക്കറികള്, പച്ചക്കറികള് അതൊക്കെ കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇതുപോലെ രക്തക്കുറവ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ചിലര് ഇതൊക്കെ കഴിക്കുന്നവരായിരിക്കും, പക്ഷെ പ്രഗ്നൻസിയുടെ തുടക്ക സമയത്തുള്ള ഊക്കാനോ ഛർദി കാരണം പ്രോപ്പറായിട്ട് ഫുഡ് എടുക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ രക്തക്കുറവ് വരാനൊരു സാധ്യതയുണ്ടാവും. പിന്നെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രഗ്നന്റ് ആവുന്നതിന് മുന്നേ തന്നെ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട്, അതായത് ബ്ലീഡിങ് കൂടുതൽ കൊണ്ടോ അല്ലെങ്കിൽ ഫൈബ്രോയിഡ് അങ്ങനത്തെ ഉള്ള വിഷയങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ബ്ലീഡിങ് കൂടുതലായിട്ട് ഓൾറെഡി രക്തക്കുറവുള്ളവരായിരിക്കും. അപ്പൊ പ്രഗ്നൻസിയിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി കണ്ടീഷൻ മോശമാവാൻ സാധ്യതയുണ്ട്. പിന്നെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിരശല്യം ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ പ്രോപ്പറായിട്ട് ഫുഡൊക്കെ എടുക്കുന്നുണ്ട്, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല, പക്ഷെ വിരശല്യം ഉള്ളവരാണെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കാനുള്ള അളവ് കുറയും അയണിന്റെ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി രക്തക്കുറവ് വരാനായിട്ട് ഒരു സാധ്യതയുണ്ടാവും. പിന്നെ പ്രഗ്നൻസി തന്നെ നമുക്ക് രക്തക്കുറവിന് ഒരു കാരണമായിട്ട് മാറും. അതായത് ചിലർക്ക് ഒന്നിലധികം കുഞ്ഞുങ്ങൾ, ഇരട്ട കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ട്രിപ്ലെറ്റ്സ്, അങ്ങനെ ഒന്നിലധികം കുഞ്ഞുങ്ങൾ വരുമ്പോഴത്തേക്കും ഇതുപോലെ ഡിമാൻഡ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കൂടും. ഒരു കുട്ടി ഉള്ളതിനെക്കാട്ടിലും കുറച്ചുകൂടെ കൂടും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് രക്തക്കുറവ് വരാനുള്ള സാധ്യതയുണ്ടാവും. അതുപോലെ തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രഗ്നൻസീസ്, അതായത് 3ഉം 4ഉം ഒക്കെ ഡെലിവറീസ് ആവുന്നവര് പ്രോപ്പറായിട്ട് ആ സമയത്ത് ഒരു ഡെലിവറി കഴിഞ്ഞിട്ടും കെയർ എടുത്തില്ല എന്നുണ്ടെങ്കിലോ, 2 കുഞ്ഞുങ്ങൾ തമ്മിൽ പ്രോപ്പർ ആയിട്ടുള്ള സ്പേസിങ് ഇല്ല എന്നുണ്ടെങ്കിലോ, നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 2 വർഷമാണ് മിനിമം പറയുന്നത്. അത് അമ്മയുടെ ആരോഗ്യവും അമ്മയുടെ രക്തത്തിന്റെ അളവും ഒക്കെ റെസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഡെലിവറിയുടെ സമയത്ത് എന്തായാലും കുറച്ച് രക്തം നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ അത് റെസ്റ്റോർ ചെയ്യാനും കൂടിയുള്ള സമയമാണ് ഈ 2 വർഷം എന്ന് പറഞ്ഞത്. അപ്പൊ അത്രയും പോലും ഗ്യാപ്പില്ലാതെയാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ രക്തക്കുറവ് വരാൻ ഒരു സാധ്യത നമ്മൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇനി രക്തക്കുറവ് ഉണ്ടോ ഇല്ലയോ എന്നെങ്ങനെ അറിയാം? രക്തക്കുറവിന് പല ലക്ഷണങ്ങളാണ് പലർക്കും കാണുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് തളർച്ച, ക്ഷീണം, തലകറക്കം, വിശപ്പില്ലായ്മ വരാം. ചിലർക്ക് ഒത്തിരി അധികം തലവേദന പോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരാം. സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ ഉള്ള കിതപ്പ്, നമ്മുടെ നെഞ്ചെടുപ്പ് കൂടുക, നമ്മൾ പാൽപിറ്റേഷൻ എന്ന് പറയും. അതുപോലെ തന്നെ ശ്വാസം മുട്ടല്, നമുക്ക് ബ്രത്ത് പെട്ടെന്ന് കിട്ടാതിരിക്കുക. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ ഉള്ള ഒത്തിരി ചേഞ്ചസ് നമുക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഗർഭസമയത്ത് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രക്തക്കുറവില്ല എന്ന് ഉറപ്പുവരുത്തുക. കാരണം എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കില്ല നമുക്ക് വരുന്നത്. കാരണം ചിലർക്ക് തളർച്ച മാത്രമേ കാണുള്ളൂ. എന്തൊരു ചെറിയ കാര്യം ചെയ്താലും ഉടനെ തളർച്ചയും ക്ഷീണവും വരാം. ചിലർക്ക് എന്താ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റെപ്പ് കയറുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം. അപ്പോൾ എന്താണോ നിങ്ങളുടെ ഇഷ്യൂ എന്ന് പറയുന്നത് അത് നിങ്ങൾ തീർച്ചയായിട്ടും ചെക്കപ്പിന് പോകുമ്പോൾ പറയുകയും രക്തക്കുറവില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്യണം. യൂഷ്വലി നമ്മൾ ട്രൈമസ്റ്റേഴ്സ് എന്ന് പറയുമല്ലോ പ്രഗ്നൻസിയുടെ, ഓരോ 3 മാസത്തിന് ഓരോ ട്രൈമസ്റ്റർ എന്നാ പറയുന്നത്. അങ്ങനെയാണ് 3 മാസം വെച്ച് 9 മാസം. യൂഷ്വലി എല്ലാ ട്രൈമസ്റ്റേഴ്സിലും ഒരിക്കലെങ്കിലും രക്തത്തിന്റെ അളവ് നമ്മൾ ചെക്ക് ചെയ്യും. കാരണം ഏത് സമയം വേണമെങ്കിലും നമുക്ക് രക്തക്കുറവ് വരാം.
അത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് നമ്മൾ ചികിത്സിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അപ്പൊ യൂഷ്വലി ഞാൻ പറഞ്ഞ പോലെ ഹീമോഗ്ലോബിന്റെ ലെവലാണ് നോക്കുന്നത്. ഹീമോഗ്ലോബിന്റെ നോർമൽ ലെവല് സ്ത്രീകളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 12 മുതൽ 14 ഗ്രാം പെർ ഡെസിലിറ്റർ ആണ് നോർമലി വേണ്ടത്. പക്ഷെ 11 താഴെ ആവുകയാണെങ്കിൽ നമ്മൾ അവരെ അനീമിയ എന്ന് കാറ്റഗറൈസ് ചെയ്യേണ്ടി വരും. 11 വരെ യൂഷ്വലി വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവാതെ പോകും. പക്ഷെ മിനിമം നമ്മൾ ഡെലിവറിക്ക് പോകുന്ന സമയത്ത് 11 വേണം. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി എന്തിനാണ് ഇത്രയധികം നമ്മൾ രക്തക്കുറവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? അയൺ ടാബ്ലറ്റ്സ് ഡെയിലി കഴിക്കണം, ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്യരുതെന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? രക്തക്കുറവ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗർഭിണിക്കും അതുപോലെ തന്നെ കുഞ്ഞിനും കോംപ്ലിക്കേഷൻസ് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. രക്തക്കുറവുള്ള ഗർഭിണികൾക്ക് അടിക്കടി അണുബാധകൾ, ഇപ്പം കുറച്ച് മൂത്രത്തിപ്പഴുപ്പ് കുറച്ച് നാള് വരും, അത് കഴിയുമ്പോഴത്തേക്കും മാറി ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വരും, അത് കഴിയുമ്പോൾ വെജനൽ ഇൻഫെക്ഷൻ വരും. അങ്ങനെ പൊതുവേ ഇമ്മ്യൂണിറ്റി കുറവുള്ളവരായിരിക്കും ഈ രക്തക്കുറവുള്ളവർ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻസ് നമ്മൾ കോമൺ ആയിട്ട് വരുന്ന കാണാറുണ്ട്. അത് പ്രഗ്നൻസിയുടെ സമയത്തും അതെ, ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സമയത്തും അതെ. മുറിവ് ഹീലിംഗ് ഒക്കെ കുറഞ്ഞിട്ട് നോർമൽ ഡെലിവറി ആയിക്കോട്ടെ സിസേറിയൻ ആയിക്കോട്ടെ, ആ മുറിവ് ഉണങ്ങുന്നത് ഡിലേ വരാനും അതിൽ ഇൻഫെക്ഷൻ വരാനും ഒരു കാരണമാവാറുണ്ട് പലപ്പോഴും രക്തക്കുറവ് എന്ന് പറയുന്നത്. പിന്നെ രക്തം കുറവുള്ളവര് ആ സമയത്ത് ഇപ്പം ഒരു 9 അല്ലെങ്കിൽ 9 താഴെയൊക്കെ രക്തക്കുറവായിട്ട് ഡെലിവറിയിലേക്ക് പോകുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പ്രസവ സമയത്ത് ബ്ലീഡിങ് കൂടാനും കോംപ്ലിക്കേഷൻസ് വരാനും ബ്ലഡ് കയറ്റേണ്ടി വരാനും ഒക്കെ നമ്മൾ സാധ്യത കാണാറുണ്ട്. രക്തക്കുറവുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി പ്രസവ സമയത്തായിക്കോട്ടെ സിസറിന്റെ സമയത്തായിക്കോട്ടെ ബ്ലീഡിങ് കൂടാനുള്ള ഒരു ടെൻഡൻസി എപ്പോഴും ഉണ്ട്. അത് ആണ് ഗർഭിണികൾക്ക് കാണാറുള്ളത്. ഇനി കുഞ്ഞിന് എന്താ ഇഷ്യൂ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ റിപ്പീറ്റഡ് ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്ന കാരണം തന്നെ കുഞ്ഞിന് വളർച്ചക്കുറവ് വരാൻ ഒരു സാധ്യതയുണ്ട്. കാരണം രക്തയോട്ടം കുറവാണ്. രക്തയോട്ടം കുറവാകുമ്പോൾ ഹിമോഗ്ലോബിന്റെ ലെവല് കുറവ്, അപ്പൊ കുഞ്ഞിനുള്ള ഓക്സിജന്റെ ലെവല് കുറവ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കുഞ്ഞിന് വളർച്ചക്കുറവ് ഉണ്ടാവാം. അതുപോലെ തന്നെ മാസം തികയുന്നതിന് മുന്നേ പ്രസവവേദന വന്ന് പ്രസവിക്കാനും ഒരു സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനത്തെയൊക്കെ കോംപ്ലിക്കേഷൻസ് വളരെ കോമൺ ആയിട്ട് രക്തക്കുറവുള്ളവരിൽ കാണുന്നതുകൊണ്ടാണ് നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് ചികിത്സിച്ച് കറക്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്. ഒരു ഗർഭിണിയും അറ്റ്ലീസ്റ്റ് ഒരു 11 ഗ്രാം പെർ ഡെസിലിറ്റർ എങ്കിലും ബ്ലഡില് രക്തത്തിന്റെ അളവ് ഹീമോഗ്ലോബിന്റെ ലെവൽ ഇല്ലാതെ ഡെലിവറിക്ക് പോവാതിരിക്കുന്നതാണ് അവരുടെ സേഫ്റ്റിക്ക് ഏറ്റവും നല്ലത്. ഇനി ചിലർക്ക് ആദ്യം നോക്കുമ്പോൾ തന്നെ രക്തം കുറവായിരിക്കും, 10 9 ഒക്കെ ആയിരിക്കും. അപ്പൊ എങ്ങനെ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും? ഇനിഷ്യലി ഉള്ള ആദ്യത്തെ 3 മാസങ്ങളിൽ നമ്മൾ അയൺ ടാബ്ലറ്റ്സ് അഡ്വൈസ് ചെയ്യാറില്ല. 3 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ അയൺ ടാബ്ലറ്റ്സ് അഡ്വൈസ് ചെയ്യുന്നത്. അപ്പൊ 3 മാസം വരെ ഉള്ള കാലഘട്ടത്തിൽ നമ്മൾ ആഹാരത്തിൽ വേണം രക്തക്കുറവിനെ ശരിയാക്കാനായിട്ട്. അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ നമ്മൾ പറയും. അയൺ റിച്ച് ഫുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് പച്ചക്കറികള്, ഇലക്കറികള്, ഫ്രൂട്ട്സ്, ഇതിനകത്തൊക്കെ അയൺ കണ്ടന്റ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ധാരാളമായിട്ട് കഴിക്കുക. പിന്നെ സ്പെസിഫിക്കലി നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണക്കമുന്തിരി, ഈന്തപ്പഴം, അതുപോലെ തന്നെ കരിപ്പട്ടി, ശർക്കര, എള്ള്, റാഗി, ഇതിനകത്തൊക്കെ ഹീമോഗ്ലോബിൻ കൂടാനുള്ള അയണിന്റെ കണ്ടന്റ് നന്നായിട്ടുണ്ട്. അപ്പൊ ഈ ആഹാരങ്ങളൊക്കെ കൂടുതലായിട്ട് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ പ്രോട്ടീനും നമുക്ക് ഹീമോഗ്ലോബിൻ ഉണ്ടാക്കാനായിട്ട് അത്യാവശ്യമാണ്. അപ്പൊ പ്രോട്ടീന് വേണ്ടിയിട്ട് പറഞ്ഞ പോലെ കടല, പയറ്, പരിപ്പ് അങ്ങനത്തെ കഴിക്കുക. ഡെയിലി ഒരു മുട്ട കഴിക്കുന്നത് നല്ലതാണ്. ഒരു ഗ്ലാസ് പാല് കുടിക്കാം, അല്ലെങ്കിൽ ഒരു കപ്പ് തൈര് കഴിക്കാം. ചിക്കൻ, ഫിഷ് ഏതാണോ പ്രോട്ടീന് നിങ്ങൾ എടുക്കുന്നത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇതുവരെയായിട്ടും ഡയറ്റിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പ്രോട്ടീന്റെ അളവും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് രക്തക്കുറവ് കറക്റ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഇതാണ് ആഹാരത്തിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം. രണ്ടാമത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡെയിലി അയൺ ടാബ്ലറ്റ്സ് കഴിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. പലർക്കും അയൺ ടാബ്ലറ്റ്സ് കഴിക്കുമ്പോഴത്തേക്കും മോഷൻ ടൈറ്റ് ആവുന്നത്, അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് പോലത്തെ അങ്ങനത്തെ പല പ്രശ്നങ്ങളും കാണാറുണ്ട്. യൂഷ്വലി നമ്മൾ ഇപ്പോൾ പലതരത്തിലുള്ള അയൺ പ്രിപ്പറേഷൻസ് ഉണ്ട്. ഇപ്പൊ ചില അയൺ പ്രിപ്പറേഷൻസ് ഒക്കെ ആണെങ്കിൽ വെറും വയറ്റിൽ കഴിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരം വലിച്ചെടുക്കുള്ളൂ. അപ്പൊ നിങ്ങൾ ഡോക്ടറോട് ചോദിക്കുക നിങ്ങൾക്ക് തരുന്ന അയൺ ടാബ്ലറ്റ്സ് ഏത് രീതിയിലാണ് കഴിക്കേണ്ടതെന്ന്. കാരണം ചില ടാബ്ലറ്റ്സ് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് കഴിച്ചാലും മതി. അപ്പോൾ ഏത് രീതിയിലാണോ നിങ്ങളുടെ അയൺ ടാബ്ലറ്റ്സ് കഴിക്കേണ്ടത് ആ പ്രോപ്പർ ആയിട്ടുള്ള വേ തന്നെ കഴിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ ഫുൾ ബെനിഫിറ്റ് ആയിട്ടുള്ളത് കിട്ടുകയുള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ മോഷൻ ടൈറ്റ് ആവുന്ന അങ്ങനത്തെ ഇഷ്യൂസ്, ഗ്യാസ്ട്രൈറ്റിസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ബ്രാൻഡ് ഒന്ന് മാറ്റി കഴിച്ചു നോക്കുക. കാരണം എല്ലാ അയൺ ടാബ്ലറ്റ്സും ചിലപ്പോൾ എല്ലാവർക്കും സ്യൂട്ട് ചെയ്യണമെന്നില്ല. ഒരു ടൈപ്പ് അയൺ ടാബ്ലറ്റ് കഴിച്ചു, അതിൽ ശരിയാവുന്നില്ല എന്ന് പറഞ്ഞാൽ അയണേ വിടാതെ പകരം വേറൊരു ബ്രാൻഡിന്റെ ഒന്ന് മാറ്റി കഴിച്ചു നോക്കുക. അപ്പൊ അത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഒത്തിരി രക്തം കുറവുള്ള ആൾക്കാരാന്ന് വിചാരിക്കുക, അതായത് ഒരു 7 ഉള്ളൂ അല്ലെങ്കിൽ 8 ഉള്ളൂ, തീരെ കുറവാണ്, പ്രസവം അടുത്ത് വരുന്നു, 1 2 ആഴ്ചയൊക്കെ ഉള്ളൂ,
അങ്ങനെയുള്ളവർക്ക് രക്തം കൂടാനായിട്ടുള്ള ഇഞ്ചെക്ഷൻസ് അവൈലബിൾ ആണ്. തീരെ കുറവാണെങ്കിൽ ചിലപ്പോൾ ബ്ലഡ് തന്നെയും കയറ്റേണ്ടി വരാം. ഇതൊക്കെ ചികിത്സയുടെ ഭാഗം തന്നെയാണ്. രക്തത്തിന്റെ അളവ് നോർമൽ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. കാരണം ഇല്ലെങ്കിൽ രക്തക്കുറവോടുകൂടി ഒരു പ്രസവത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമുക്ക് ട്രീറ്റ്മെന്റ് ഞാൻ പറഞ്ഞു. ഇത് എങ്ങനെ നമുക്ക് വരുന്നത് തടയാൻ പറ്റും? അതിന് ഞാൻ ഓൾറെഡി പറഞ്ഞ കാരണങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണം. കാരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കുഞ്ഞുങ്ങൾ തമ്മിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 വർഷം ഗ്യാപ്പ് വെക്കുക. പിന്നെ ഓൾറെഡി രക്തക്കുറവുള്ള ആൾക്കാരാണ് പ്രഗ്നൻസിയിലേക്ക് പ്ലാൻ ചെയ്യുന്നെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം പ്രഗ്നൻസിക്ക് വേണ്ടി അറ്റംപ്റ്റ് ചെയ്യുക. അതുപോലെ ഡയറ്റിൽ തീരെ ഡയറ്റ് ഒന്നും നോക്കാതെ ഫാസ്റ്റ് ഫുഡ് മാത്രം, വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒന്നും കഴിക്കുന്നില്ല, പ്രോട്ടീൻ ആയിട്ടുള്ള ഒന്നും കഴിക്കുന്നില്ല, അങ്ങനെയുള്ളവരാണെങ്കിൽ ഡയറ്റ് ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് ആദ്യമേ ശ്രദ്ധിക്കുക. പിന്നെ ഈ പറയുന്ന പോലെ രക്തക്കുറവ് വരാൻ ചാൻസ് ഉണ്ട്, ഓൾറെഡി എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഫൈബ്രോയിഡ്സ് ഒക്കെ കാരണം രക്തക്കുറവ് ഉണ്ടെങ്കിൽ അവരും അത് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം പ്രഗ്നൻസിയിലേക്ക് പോവുക. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ആഹാരത്തിലൂടെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വിരശല്യം ഇതിന്റെ ഒരു കോമൺ ആയിട്ടുള്ള പ്രശ്നമാണ്. അപ്പൊ വിരശല്യത്തിനുള്ള മെഡിസിൻ പ്രഗ്നൻസിയിലാണെങ്കിലും നമുക്ക് കഴിക്കാം. അത് പക്ഷേ 5 മാസം കഴിഞ്ഞിട്ടേ കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഓൾറെഡി ഇങ്ങനത്തെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ അതിന്റെ ടാബ്ലറ്റ്സ് കൂടെ കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷെ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ എടുത്തതിന് ശേഷം മാത്രം. പിന്നെ പലരും അയൺ ടാബ്ലറ്റ്സ് കഴിക്കുമ്പോൾ കോമൺ ആയിട്ട് കാണിക്കുന്ന ഒരു മിസ്റ്റേക്ക് ആണ് അയൺ ടാബ്ലറ്റ്സ് ഫുഡിന്റെ കൂടെ തന്നെ കഴിക്കുന്നത്. പക്ഷെ ചില പ്രിപ്പറേഷൻസ് ഞാൻ പറഞ്ഞ പോലെ ഫുഡുമായിട്ട് ഒരു ഗ്യാപ്പ് ഇട്ട് കഴിച്ചാൽ മാത്രമേ നമുക്ക് ശരീരത്തിൽ മാക്സിമം വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ടാബ്ലറ്റ്സ് ആണ് കഴിക്കുന്നെങ്കിൽ അതിന്റെ അബ്സോർപ്ഷൻ, അതായത് അത് മാക്സിമം നമ്മുടെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കാനായിട്ട് ഒന്നിയിൽ വൈറ്റമിൻ സിയുടെ ടാബ്ലറ്റ്സ് കഴിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ കൂടെ ഓറഞ്ച് ജ്യൂസോ ലെമൺ ജ്യൂസോ, അതെല്ലാം വൈറ്റമിൻ സി ഉള്ള സംഭവങ്ങളാണ്, അത് കുടിക്കുകയോ ഒക്കെ ചെയ്യാം. ഇതെല്ലാം നിങ്ങളുടെ അയൺ ടാബ്ലറ്റ് നിങ്ങൾ ഏതാണ് കഴിക്കുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുക. അപ്പൊ നിങ്ങളുടെ ഡോക്ടറോട് തീർച്ചയായിട്ടും ചോദിക്കുക. അപ്പോൾ ആ പ്രിപ്പറേഷൻ അനുസരിച്ച് അതിന്റെ കൂടെ എന്താ ചെയ്യേണ്ടത്, ഫുഡ് കൂടെ കഴിക്കേണ്ടതാണോ എന്നൊക്കെ ഉള്ളത് കറക്റ്റ് ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് തന്നെ അയൺ ടാബ്ലറ്റ്സ് കഴിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എടുക്കുന്ന അയൺ ടാബ്ലറ്റ്സിന്റെ കംപ്ലീറ്റ് ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ രക്തക്കുറവുള്ള ആൾക്കാർ അയൺ ടാബ്ലറ്റ്സ് കഴിച്ചാലും കൂടുന്നോന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് മന്ത്ലി വൺസ് എങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കാരണം ഇന്നിപ്പം രക്തക്കുറവിന് നമ്മൾ ടാബ്ലറ്റ് കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നാളെയോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞോ ഒരു ചേഞ്ച് ഹീമോഗ്ലോബിന്റെ ലെവലിൽ വരില്ല. അറ്റ്ലീസ്റ്റ് ഒരു 3 ആഴ്ച മുതൽ 4 ആഴ്ച വരെയെങ്കിലും ഒരു ഇഫക്റ്റ് വരാനായിട്ട് എടുക്കും. ആ സമയമാകുമ്പോൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം ചിലർക്ക് ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ മതിയാവാതെ വന്നിട്ട് നമ്മൾ ചിലപ്പോൾ 2 ടാബ്ലറ്റ് ആക്കേണ്ടി വരും. ചിലർക്ക് ഇഞ്ചക്ഷൻ തന്നെ വേണ്ടി വരും അയൺ ടാബ്ലറ്റ്സ് കഴിച്ചിട്ട് കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ. അപ്പൊ ഈ രീതിയിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരാം. അപ്പൊ ആ കാര്യങ്ങൾ കൂടി ഒന്ന് മനസ്സിൽ വെച്ചേക്കാം. പ്രഗ്നൻസിയിലുള്ള രക്തക്കുറവ് നമ്മൾ ഇങ്ങനെയൊക്കെയാ പരിഹരിക്കുന്നത്. തീർച്ചയായിട്ടും അത് നമ്മൾ അഡ്രസ് ചെയ്ത് സോൾവ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും രക്തക്കുറവ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സ്റ്റിൽ ബെറ്റർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേറെ ടൈപ്പ് എന്തെങ്കിലും അനീമിയ ആണോ രക്തക്കുറവാണോ എന്നുള്ളതിന് ചിലപ്പോൾ വേറെ ടെസ്റ്റുകളും ഒക്കെ ചെയ്യേണ്ടി വന്നേക്കാം. അതിന് പക്ഷേ ഒരിക്കലും ഹെസിറ്റേറ്റ് ചെയ്യരുത്. നിങ്ങൾ ഡെലിവറിക്ക് പോകുമ്പോൾ നിങ്ങളുടെ ബ്ലഡ് ലെവല്, ഹീമോഗ്ലോബിന്റെ ലെവല് മിനിമം 11 എങ്കിലും ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സേഫ്റ്റിക്കും കുഞ്ഞിന്റെ സേഫ്റ്റിക്കും അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ടോപ്പിക്കിനെ പറ്റിയുള്ള സംശയങ്ങൾ എല്ലാവരുടെയും മാറിയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പ്രഗ്നൻസി പീരീഡിലൂടെ കടന്നു പോകുന്ന ആരെല്ലാം ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വിമൻസ് ഹെൽത്ത് അതുപോലെ തന്നെ പ്രഗ്നൻസി റിലേറ്റഡ് ഇഷ്യൂസും അതിന്റെ സിമ്പിൾ സൊല്യൂഷൻസും പറയുന്ന ഒരു ചാനലാണ് നമ്മുടേത്. അപ്പോൾ അങ്ങനത്തെ ടോപ്പിക്സ് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.